ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് SITയുടെ സമഗ്ര അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കൂടെ പരിശോധിച്ചു വരാം. കമലേഷ് തെക്കേക്കാട് കൂടി ചേരുന്നുണ്ട്. കമലേഷ്, മുരാരി ബാബുവിനെ ഏതായാലും കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് റാന്നി കോടതി. 4 ദിവസത്തെ കസ്റ്റഡി. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും, ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനെയും SIT കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുകയാണ് SITക്ക്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട നിരവധി സാഹചര്യങ്ങളുണ്ട്. കാരണം ബംഗളൂരിലും ചെന്നൈയിലും ഒക്കെ പോയി തെളിവെടുപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട പിടിച്ചെടുത്ത രേഖകൾ, ദൃശ്യങ്ങളൊക്കെ ഇവരുമായി സംസാരിച്ച് ചോദ്യം ചെയ്യലിലൂടെ അതിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ശബരിമലയിൽ നേരത്തെ ചെന്നൈയിലും ബംഗളൂരിലും ഉണ്ണികൃഷ്ണൻ എത്തിച്ചിരുന്നു. പക്ഷേ ശബരിമലയിലാണ് ഇടപാടുകൾ നടന്നത്, ക്രമക്കേടുകൾ നടന്നത്. അപ്പോൾ ശബരിമലയിൽ എത്തിക്കേണ്ടതുണ്ട് ഇരുവരെയും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത, നീക്കങ്ങൾ എങ്ങനെയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി കഴിയാൻ പോകുകയാണ്. വിനുഷ, ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് അന്വേഷണം ഉള്ളത്. പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെത്തി, അതുപോലെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയുടെ അടുത്ത് ഉൾപ്പെടെ എത്തി വിശദാംശങ്ങളെല്ലാം തേടിയിട്ടുണ്ട്, തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകം ഇതിലെ ഗൂഢാലോചന തെളിയിക്കുക എന്നുള്ളതാണ്. എപ്പോഴാണ് ഇത് സംബന്ധിച്ച ഗൂഢാലോചന നടന്നിട്ടുള്ളത്, എവിടെ വെച്ചാണ് നടന്നിട്ടുള്ളത്, ആരൊക്കെ ഇതിൽ പങ്കാളികളായി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇനി പ്രധാനമായും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ അന്നത്തെ 2019 ദേവസ്വം ബോർഡിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിട്ടുള്ളത്. 4 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരെയും, ഇതിൽ 1ഉം 2ഉം പ്രതികളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ യഥാക്രമം മുരാരി ബാബുവും ഉള്ളത്. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടത്താനുള്ള ഒരു നീക്കമാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നത്. അതിനുള്ള ആ തരത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്കാണ് അവർ കടക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുരാരി ബാബുവിനെ ഉൾപ്പെടെ ശബരിമലയിൽ എത്തിച്ച് തെളിവെടുക്കുക എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ശബരിമലയിൽ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് ശബരിമലയിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താനുള്ള ഒരു നീക്കം കൂടിയാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളത്തോടു കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. നിലവിലിപ്പോൾ ഏതാണ്ട് ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട് എങ്കിൽ പോലും ഈ മുരാരി ബാബുവിനെ കൂടി കസ്റ്റഡിയിൽ കിട്ടിയ ഒരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി നീട്ടി ആവശ്യപ്പെടാനാണ് കോടതിയിൽ അന്വേഷണ സംഘം ശ്രമിക്കുക. അതിനുള്ള നീക്കങ്ങളിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഏറ്റവും നിർണായകമായ ഈ വിഷയത്തിലെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ചില പേരുകൾ കൂടി, അതായത് ഈ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില തെളിവുകളും രേഖകളും ചിത്രങ്ങളുമെല്ലാം കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇതിൽ വളരെ നിർണായകമായ ഒരു ഇടപെടൽ, ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു പങ്ക് ഈ ഗോവർദ്ധൻ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് നേരത്തെ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഈ സ്വർണ്ണപ്പാളികൾ, കട്ടിളപ്പാളികളൊക്കെ, സ്വർണം പൂശിയ കട്ടിളപ്പാളികളൊക്കെ മാറ്റി സ്ഥാപിക്കുന്ന ചടങ്ങിൽ, ആ പൂജാ ചടങ്ങിലൊക്കെ ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പങ്കെടുക്കുന്നതിന് ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ പുറത്തുവിട്ടിട്ടുള്ളതാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഇത് അന്വേഷണത്തിന്റെ ഭാഗമായി ഈ ഗോവർദ്ധനെ ഉൾപ്പെടെ സാക്ഷിയാക്കാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പക്ഷേ അതിനിടയിലാണ് വളരെ നിർണായകമായി ഈ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഗോവർദ്ധന് കൂടി പങ്കുണ്ട് എന്ന് തെളിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗോവർദ്ധനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും അതുപോലെ തന്നെ ശബരിമലയുമായും എന്തൊക്കെ തരത്തിലുള്ള ഇടപാടുകളാണ് ഗോവർദ്ധൻ നടത്തിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം നീളുകയാണ്. ഏതായാലും വളരെ സമഗ്രമായി ഈ വിഷയത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കൂടുതൽ ആളുകളെ ഇതിൽ പ്രതി ചേർക്കേണ്ടതുണ്ടോ, കൂടുതൽ ആളുകൾ ഇടപെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന തുടരുകയാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരെ രണ്ടുപേരെയും, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ച് ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക, ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ ചോദ്യം ചെയ്യലിൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. വിനുഷ, ശരി, ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സമഗ്രമായ അന്വേഷണം ആ നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ പ്രതികളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ 10ാം പ്രതി വരെയുള്ള 1 മുതൽ 10 വരെയുള്ള പ്രതികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 1ഉം 2ഉം പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് ഒരുമിച്ച് ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ തന്നെയാണ് SITയുടെ പ്രധാനപ്പെട്ട കൂടിയാലോചന നീക്കമെന്ന് പറയുന്നത്. കമലേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.